എന്റെ മോനെ എങ്ങനെ ഉണ്ടായിരുന്ന എപ്പിസോഡ്? കലക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് എപ്പിസോഡ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അനീഷിനും ഷാനവാസിനും കണക്കിനും കിട്ടുന്നുണ്ട്. ടാസ്കിനെ കുളവാക്കിയതും അതുപോലെ തന്നെ ടാസ്കിനെ പറ്റി അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ കള്ളത്തരം പറഞ്ഞതിനൊക്കെ എല്ലാത്തിനും കണക്കിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമിലൂടെ റീലിലൂടെ ഒരു ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരു ഉമ്മയും മകനും ഉണ്ടായിരുന്നു. അവരെയും ഇന്ന് ഇതിലേക്ക് ക്ഷണിച്ചു. അതിന് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ ആ ഉമ്മ പറഞ്ഞു. അപ്പോ വീട്ടുകാർക്ക് ഒരു ഹിന്റ് പോലെയും ഒരു ഇത് കൊടുത്തതായിട്ട് എനിക്ക് തോന്നി. അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്ന എപ്പിസോഡ്? പടപടാന്ന് ബോംബ് പൊട്ടുന്ന പോലെ ഇങ്ങനെ കുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഷാനവാസിന് കണക്കിന് കിട്ടുന്നുണ്ട്. ഷാനവാസ് എന്തോ ഗെയിം എനിക്ക് കണ്ടിട്ട് തോന്നിയത് മൊത്തം അഭിനയമായിട്ട് എനിക്ക് തോന്നി. മൊത്തം ഷാനവാസ് പറയുന്നതിലും ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് എന്താ പറയുന്നത് പോലും ഷാനവാസിന് ഒരു ബോധമില്ലാത്ത രീതിയിലായിരുന്നു. കാരണം റിലേ പോയി. ലാലേട്ടൻ ദേഷ്യപ്പെടാൻ വന്നപ്പോഴത്തേക്കും ഷാനവാസിന്റെ റിലേ മൊത്തത്തിൽ തന്നെ പോയി. കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനീഷിന്റെ കള്ളത്തരം ഒന്ന് പൊളിഞ്ഞിട്ടുണ്ട്. അത് പൊളിച്ചു കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ. എന്ത് എപ്പിസോഡ് നടന്നു നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷെഹർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ റിവ്യൂ സാധാരണ കുറച്ച് ഷോർട്ടാക്കി എഴുതും. പക്ഷെ ഇന്ന് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. ഒരു പേജ് തന്നെ എനിക്ക് വേണ്ടി വന്നു. അപ്പോൾ നേരെ റിവ്യൂയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മളുടെ ബി റിവ്യൂ ഒക്കെ ചെയ്യുന്ന, ബിഗ് ബോസിന്റെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമിലൂടെ റീലിലൂടെയൊക്കെ വൈറലായ ഉമ്മയും മകനും വരുന്നു. എന്നുവെച്ചാൽ അവരെ ക്ഷണിക്കുന്നു. എന്നിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങൾ വീട്ടുകാരെയും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടനും പ്രേക്ഷകരെല്ലാം കാണുന്നുണ്ട്. അതിനുശേഷം ആദ്യം തന്നെ ചോദിക്കുന്ന അനുമോളിന് പി ആർ ഉണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അനുമോൾ പറയുകയാണെങ്കിൽ എനിക്കില്ല, എനിക്ക് കുറെ വന്നിട്ടുണ്ട് പക്ഷെ എനിക്കില്ല. പക്ഷെ ബിന്നി പറഞ്ഞല്ലോ ഉണ്ടെന്ന്. അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അനുമോള് പറയുന്നുണ്ട്. അറിയത്തില്ല. അപ്പൊ ബിന്നിയും ബിന്നിയുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അനുമോളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. 16 ലക്ഷം രൂപയുടെ കരാറുണ്ട്. അനുമോൾ പറയുന്നത് വെച്ചാൽ എനിക്ക് വന്നിരുന്നു, പക്ഷേ ആ കാശുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും ലോണൊക്കെ അടക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്, അനീഷിനോടും ചോദിക്കുന്നു. അപ്പൊ അനീഷിനിട്ടാണ് കൊട്ടിട്ട്. ആദ്യത്തെ കൊട്ട് അനീഷിനാണ്. ലാലേട്ടൻ ചോദിക്കുകയാണ്, താങ്കൾ 5 വർഷം ലീവ് എടുത്തിട്ട് ഇതിൽ വന്നതല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് ഇതുവരെ ആയിട്ടും പി ആർ എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞൂടെ? പിന്നെ ഞാനൊരു കാര്യം കേട്ടു, നിങ്ങൾ 3 ദിവസം മുന്നാണ് നിങ്ങൾക്ക് കോള് വന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെ അനീഷ് അനീഷ് എക്സ്പോസ് ആയി എന്ന് പറഞ്ഞാല് ആൾക്കാരുടെ കണ്ടസ്റ്റൻസിന് മുന്നിലും തൊലി ഉരിഞ്ഞു, പ്രേക്ഷകരുടെ മുന്നിലും തൊലി ഉരിഞ്ഞ ഒരവസ്ഥയായിരുന്നു അനീഷിന്. വേറൊന്നുമല്ല, അനീഷ് പറഞ്ഞായിരുന്നു എപ്പിസോഡിൽ 3 ദിവസം മുന്നേ എനിക്ക് കോള വന്നെന്ന് പറഞ്ഞു. ലാലേട്ടൻ ചോദിച്ചത്, നിങ്ങൾക്ക് 3 ദിവസം മുന്നേ ആണോ? ഞാൻ അറിഞ്ഞത് 12 ദിവസം മുന്നേ നിങ്ങൾക്ക് കോൾ വന്നു എന്നാണ് അറിഞ്ഞത്. 12 ദിവസം മുന്നേ ശരിക്കും വന്നിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ അതൊരു ബസ്സായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു ആൺകുട്ടിയാണെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു, ഒരു കോമണർ. അപ്പോൾ അനീഷ് അതിൽ പെട്ടു. കാരണം അനീഷ് കുറച്ച് കഴിഞ്ഞ് പറയുന്നത് ഞാൻ കള്ളം പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അനീഷിനൊരു എക്സ്പോസ് ആണ് നമ്മൾ കണ്ടത്. അനീഷ് അവിടെ തീർന്നു. ശരിക്കും പറഞ്ഞാൽ ആൾക്കാരുടെ മുന്നിൽ നാണം കെട്ടുപോയി. കാരണം 3 ദിവസം മുന്നേ ഒരു കോള് വന്നു എന്ന് പറഞ്ഞിട്ട് 12 ദിവസം മുന്നേ കോള് വന്നു. ശരിക്കും പറഞ്ഞാൽ അത് അനീഷ് സമ്മതിക്കുന്നില്ല. ആദ്യം സമ്മതിക്കുന്നില്ല. അനീഷ് പറയുന്നത് 12 ദിവസം മുന്നേ വന്നതാണപ്പ. അനീഷ് ഇല്ല ലാലേട്ട 3 ദിവസം. നിങ്ങൾക്ക് തെളിവ് കാണിക്കണോ? തെളിവ് കാണിക്കാം. അല്ല അപ്പൊ എനിക്ക് ഓർമ്മയില്ല. അപ്പത്തേക്കും വാക്ക് മാറ്റി. ഡബിൾ സ്റ്റാൻഡായി. ഇന്ന് അനീഷിന്റെ 2-3 ഡബിൾ സ്റ്റാൻഡുകൾ കുറച്ച് കാണാം. ഷാനവാസിന്റെ കുറച്ച് കാണാനുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം ഓക്കെ ആയി. വീട്ടുകാർ ഇതിന് ചോദിക്കുന്നുണ്ട്, രണ്ടാമത് ചോദിക്കുന്നുണ്ട്. പിന്നെ ഷാനവാസിന് പണിഷ്മെന്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ മറ്റേ ഉമ്മയില്ലേ, മറ്റേ റിവ്യൂ ഒക്കെ ചെയ്യുന്നു, ഉമ്മ ചോദിക്കുന്നു അനീഷ് അനീഷിന് ഡീപ്പായിട്ട് അറിയില്ല എന്ന്. അല്ല, ഉമ്മ ചോദിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഷാനവാസ് കഴിഞ്ഞ ആഴ്ചയില ആര്യ നല്ല രീതിയിൽ കളിച്ചു, പക്ഷേ ഷാനവാസ് കുളവാക്കിയെന്ന് പറയുന്നുണ്ട്.
അപ്പോഴത്തേക്കും എന്താണ് ഷാനവാസിൻ്റെ ഐഡിയ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച ഷാനവാസ് കാണിച്ച പെർഫോമൻസ് നെഗറ്റീവ് ആയിട്ടുണ്ടെന്ന് ഷാനവാസ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അനീഷിനോട് ചോദിക്കുന്ന അനീഷ് PR കാര്യം ചോദിക്കുമ്പോൾ PR പറയുകയാണ് എനിക്ക് ഡീപ്പായിട്ടൊന്നും അറിയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ, എനിക്ക് ഡീപ്പായിട്ടൊന്നും അറിയത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ഉമ്മ പറയുകയാണ് അല്ല PR കാര്യമൊക്കെ അറിയാതിരിക്കുന്നതിന് PR ഒക്കെ അറിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷാണെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ഡീപ്പായിട്ട് അറിയില്ല. അപ്പം ഡബിൾ സ്റ്റാൻഡ് ആദ്യം പറഞ്ഞത് എനിക്ക് ഒന്നും അറിയില്ല എന്നായിരുന്നു. ഇപ്പോൾ അതിനെപ്പറ്റി ഡീപ്പായിട്ട് അറിയില്ല, പക്ഷെ അതിൻ്റെ അർത്ഥം എന്തൊക്കെയോ അറിയാമെന്നുള്ള രീതിയിലല്ലേ. അപ്പോൾ ഡബിൾ സ്റ്റാൻഡ് അവിടെ വന്നു, ഒരു ഇരട്ടത്താപ്പ് വന്നു. ഓക്കെ, പിന്നെ ആര് നന്നായി കളിച്ചു, ഷാനവാസ് കുളവാക്കിയെന്ന് ഉമ്മ പറയുന്നുണ്ട്. പിന്നെ ഡാൻസ് മാരത്തോണെ പറ്റി ഞാൻ ചോദിക്കുന്നത് അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. പിന്നെ ഇപ്പോഴാണ് അനീഷിനോട് വീട്ടുകാർ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് എന്താണ്, നിങ്ങൾ പെട്ടുപോയി. അപ്പോൾ അനീഷ് പറയാണ് കുറെ ശ്രമിച്ചു, പക്ഷെ അതെ ഞാൻ കള്ളം പറഞ്ഞതാണ് എന്ന് പറയാണ്. എക്സ്പോസ് ആയി. പിന്നെ ഒന്നാമത്തെ കാര്യം അനീഷിന്റെ കാര്യം തീർന്നു. അപ്പൊ അനീഷ് തന്നെ വിചാരിച്ചു അയ്യോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കൈവിട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ അനീഷ് എന്താണ് പറയാണ് ഞാൻ കള്ളം പറഞ്ഞതാണ്, 12 ദിവസം മുന്നേ തന്നെ കോള് വന്നു, ഞാൻ 3 ദിവസം മുന്നേ കോള് വന്നു, ഞാൻ വെറുതെ കള്ളം പറഞ്ഞാണെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സീക്രട്ട് ടാസ്ക് ആണ്. ഷാനവാസിന് സീക്രട്ട് ടാസ്ക് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല. ഷാനവാസ് ഞാൻ കാര്യം പറയാം, ഷാനവാസ് ബിഗ് ബോസ് കാണാതെ വന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് എന്താണ് കള്ളത്തരം അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഷാനവാസ് ഉറപ്പായിട്ടും ഈ ഷോ കണ്ടിട്ടുണ്ടാകും, ഉറപ്പാണ്. ചിലപ്പോൾ റീലിലൂടെ നടത്തണമെന്ന് പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ എപ്പിസോഡുകളും കണ്ടിട്ടുണ്ടാകും. കാരണം ഷാനവാസിന്റെ ഫ്രണ്ട്സും ആൾക്കാരൊക്കെ അതിൽ വന്നിട്ടുള്ളൊരു ഷോയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഷാനവാസ് കണ്ടിട്ടുണ്ടാകും. സീക്രട്ട് ടാസ്ക് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഷാനവാസ് പറയുമ്പോൾ എനിക്ക് അതിനെ പറ്റി അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ഷാനവാസ് എന്ത് കിട്ടിയാലും ഇവിടെ കുളമാക്കുന്നു എന്ന് പറയുന്ന ഷാനവാസ് ചെയ്യുന്നുണ്ടെന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. അപ്പൊ അക്ബറിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഏറ്റവും കൂടുതൽ ടാസ്ക് കോളാക്കുന്ന ഈ വീട്ടിലെ PhD എടുത്ത ആളാണ് ഷാനവാസ്. അപ്പോൾ എന്താണ് പറയുന്നപ്പോൾ പറയണമെന്ന് വെച്ചപ്പോൾ ഷാനവാസ് ലാലേട്ടൻ എതിർത്ത് സംസാരിക്കുന്നുണ്ട്, വേറെ ഒന്നുമല്ല ഞാൻ എവിടെയാണ് കുളമാക്കിയെന്ന് പറയുന്നു. അപ്പോൾ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് കുളമാക്കിയത് ഷാനവാസ്. അപ്പോൾ ബോട്ടിൽ ടാസ്ക്. ശരിക്കും ഷാനവാസിന് ഗെയിം കളിക്കാൻ അറിയത്തില്ല. ആ കാര്യം പറയുമ്പോൾ ഷാനവാസിന് ഭയങ്കരമായിട്ട് ഒരു പൊട്ടിത്തെറി വരുന്നുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികളോടുള്ള മോശമായിട്ടുള്ള സംസാരം അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ഞാൻ അമ്മയെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ അച്ഛനെ പറഞ്ഞു. അച്ഛനെ പറഞ്ഞാൽ എന്താ വലിയ തെറ്റൊന്നുമല്ല. ഷാനവാസ് പറഞ്ഞ ന്യായമാണെന്ന് പൊട്ട ന്യായമാണ് പറഞ്ഞത്. ഞാൻ എന്താണ് എന്നെ പറയുന്നവർക്ക് ഞാൻ അച്ഛനെ വിളിച്ചിട്ടുള്ളൂ, പക്ഷെ അമ്മയെ ഞാൻ വിളിച്ചിട്ടില്ല. ഇത് ആര്യന്റെ കേസാണ്. ആര്യ ഞങ്ങൾ വിളിച്ച് തോന്നിയുള്ളൂ എന്ന് പറയാം. അത് ഇന്നലെ തോന്നി, അപ്പൊ ഇന്ന് ഞാൻ ചോദിച്ചു എന്നൊക്കെ എന്തൊക്കെയോ പിച്ചും പെയ്യും ഷാനവാസ് പറയുന്നുണ്ട്. അറിയത്തില്ല, ശരിക്കും പറഞ്ഞാൽ ഷാനവാസിന് റീലേ പോയി. ഒന്നാമത്തെ കാര്യം കൈ വിട്ടുപോയി. ആ ഒരു ലാലേട്ടൻ പറഞ്ഞ ലാലേട്ടൻ ഭയങ്കര ദേഷ്യമായി. കാരണം എന്താണ് എന്താണ് ഷാനവാസ് ദേഷ്യപ്പെടുന്നുണ്ട് ലാലേട്ടനോട്. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുക നിങ്ങളെന്നോട് ദേഷ്യം പിടിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വീഡിയോയും കാണിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിലെ സീക്രട്ട് ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അത് മൊത്തം കാണിക്കുന്നു. എന്താണ് നമ്മുടെ ഷാനവാസിനോട് ചോദിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഒരു കുളമാക്കണം എന്നുള്ള ചിന്തയുള്ളത്. അപ്പൊ അതിനിടയ്ക്ക് ലക്ഷ്മി അക്ബർ മനഃപൂർവ്വം ഷാനവാസിനെ പറഞ്ഞയച്ചായിരിക്കും, കാരണം ഒരു ടാസ്ക് കോളാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തായിരിക്കും എന്ന് പറയുന്നുണ്ട്. എനിക്കത് തോന്നിയിട്ടില്ല. ലക്ഷ്മി പറഞ്ഞ ആ പോയിന്റിൽ എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്, എന്ന് പറയുന്നു. പിന്നെ എന്താണ് ഇവര് ഇതിനിടയ്ക്ക് വഴക്കുണ്ടാക്കണം. അപ്പൊ ലാലേട്ടൻ ബ്രേക്കിന് പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ലാലേട്ടൻ പറയാണ് മര്യാദക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഇറങ്ങിക്കോളൂ എന്ന് പറയുന്നത്. ഷാനവാസ് ഇടയിൽ സംസാരിച്ചു. അപ്പോൾ ഭയങ്കരമായിട്ട് ലാലേട്ടൻ ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളോടല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ലാലേട്ടൻ ഷാനവാസിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഷാനവാസിന്റെ എന്താണ് ഭയങ്കര ടെൻസ്ഡായിട്ടും അതുപോലെ ഇമോഷണലായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കരുതി ഒരു യെല്ലോ കാർഡൊക്കെ കൊടുക്കുമെന്ന് കരുതി. കാരണം പെൺകുട്ടികളോട് എല്ലാവരും പറയുന്നത് പെൺകുട്ടികളോട് മോശമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ നിർത്തിയിട്ടില്ല എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നുള്ളത് ഷാനവാസ് നിർത്തുമെന്ന്. കാരണം ഇത് കുറേ വാണിംഗ് കിട്ടി, ഷാനവാസിന് കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നില്ല ഷാനവാസ് നിർത്തുമെന്ന്. നമുക്ക് നോക്കാം.
ഇതാണ് എപ്പിസോഡിൽ നടന്നത്. നല്ല എപ്പിസോഡായിരുന്നു. ഞാൻ പറയുന്നത് ആ കപ്പ് എടുത്തിട്ട് ബിഗ് ബോസിന്റെ വിന്നർ എന്നുള്ള കപ്പ് ലാലേട്ടൻ അങ്ങ് കൊടുത്തേക്ക് എന്ന് ഞാൻ പറയാണ്. കാരണം ഈ സീസണിൽ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനാണ് ഗെയിം കളിച്ചത്. ലാലേട്ടന്റെ വക ഒരു അടിപൊളി കണ്ടന്റ് ഇതിൽ കിട്ടിയിട്ടുണ്ടെന്നല്ലേ. കഴിഞ്ഞ സീസണിലൊക്കെ ഇപ്പോൾ പറയാൻ 1-2 എപ്പിസോഡുള്ളൂ, പക്ഷേ പടപടപടപടാന്ന് എപ്പിസോഡുകൾ ലാലേട്ടൻ നല്ല രീതിയിൽ തന്നെ ആങ്കറിങ്. എനിക്ക് തോന്നുന്നു ഈ സീസൺ 7 എത്തിയപ്പോഴത്തേക്കും ആൾക്കാരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദേഷ്യപ്പെടുന്നതിനടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, സീരിയസ് ആവുന്നതിനടുത്ത് കളി എന്ന് വെച്ചാല് കഴിഞ്ഞ സീസണിൽ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ സീസണിൽ വെച്ച് നോക്കുമ്പോൾ ഈ സീസണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. നല്ല അടിപൊളി ആങ്കറിങ് ആണ്. അതുപോലെ എല്ലാം കൃത്യമായിട്ട് ചോദിച്ചു. ലാലേട്ടൻ ഫയർ ആകുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട് നല്ല രീതിയിൽ. എനിക്ക് അതാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലെ ഏറ്റവും വലിയ പിടിച്ചു നിർത്തുന്ന ഒരു ഇതാണെന്ന് വെച്ചാൽ ആങ്കർ കണ്ടസ്റ്റൻസിനെ ചെയ്ത തെറ്റുകൾക്ക് സഹായിക്കുമ്പോഴാണ് അല്ലെ. അത് കാണാനാണ് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് ലാലേട്ടൻ അതങ്ങനെ എപ്പിസോഡിൽ ഇത് കാണിച്ചപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ ആ കപ്പ് എടുത്ത് കൊടുക്കണം ശരിക്കും പറഞ്ഞാല്, സത്യം. അപ്പൊ ഇത്രയുള്ളൂ. കഴിഞ്ഞ അടുത്തൊരു വീഡിയോ വിശേഷമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അതായിരിക്കും.